നീ ഇതുപോലെ ഈ ചായ ഇതുവരെ കുടിച്ചില്ലേ? എന്റെ ദൈവമേ, 100 കൂട്ടം പണിയുടെ ഇടക്ക് അമ്മ ഒരു ചായ ഇട്ടാന്ന് പറഞ്ഞ അവളിത് ഉണ്ടാക്കിയേ. ഇതിപ്പോ തണുത്ത് പോയിട്ടുണ്ടാകുമല്ലോ. നീതുമോളെ, എടി നീതുമോളെ. അയ്യോ, എന്താണ് ഇങ്ങനെ അലറി വിളിക്കണേ? അയ്യോ, പതിയെ വിളിച്ചാ കേൾക്കുന്ന ഒരാൾക്കാര്. ഈ ചായ നീ എന്നെ കൊണ്ട് എന്തിനിടീച്ചതാടി? ചായ? അയ്യോ, ഞാൻ അമ്മനെ കൊണ്ട് ചായ ഇടിച്ചായിരുന്നല്ലേ. അമ്മ ചായയുടെ കാര്യം ഞാൻ മറന്നുപോയി. കുളിച്ച് വന്നിട്ട് കുടിക്കാന്ന് കരുതിയതാ. റെഡിയായി വന്നപ്പോഴേക്കും ഇതിനിപ്പോ അറിയിട്ടുണ്ടാവും. ഇല്ല, അറിയിട്ടില്ല. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ പിന്നെ തണുക്കില്ലേ? അമ്മ ഒന്നും കൂടി ചൂടാക്കി തരുമോ? അതെ, തിളച്ച കടലക്കറി എൻ്റെ കൈ ഇരിക്കണേന്ന് ഓർത്തോ ഞാൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇവിടെ 3-4 പേർക്ക് പഠിക്കാൻ പോകണം, ഒരാൾക്ക് കടയിൽ പോകണം, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്നാക്സും എന്തോരം പണികളാ. എന്നെ ആരും ഹെൽപ്പ് ചെയ്യണ്ട, കുഴപ്പമില്ല. എന്നാൽ ഇതേപോലെ ചായയും കാപ്പിയൊക്കെ ഇടിച്ചിട്ട് അതൊന്ന് സമയത്തിന് കുടിച്ച് ആ ഒരു കപ്പെങ്കിലും ഒന്ന് കഴുകി വെക്കാലോ. അത് ചെയ്യില്ല. ഇനി ഞാൻ വീണ്ടും ചൂടാക്കാടി. എന്റെ അമ്മ പറഞ്ഞത് എങ്ങോട്ടാ പോണേ? ഞാൻ വെറുതെ ചോദിച്ചതാ. ഞാൻ തനിയെ ചൂടാക്കി കുടിച്ചോളാം പോലെ. ദൈവമേ, കുണുക്കിയുടെ കരച്ചിലല്ല കേൾക്കുന്നേ. എന്താണ് അവളുടെ പ്രശ്നം? ആ കുണുക്കനായിട്ട് തല്ലി പിടിച്ചിട്ടുണ്ടാവും. അതിന് കുണുക്കൻ എണീറ്റിട്ടൊന്നുമില്ല. അവ നല്ല ഉറക്കായിരുന്നു ഞാൻ വരുമ്പോ. ദൈവമേ, സ്കൂള് തുറക്കുന്ന ദിവസം തന്നെ എന്തായിരിക്കും ഈ പിള്ളേർ ഒപ്പിച്ചേക്കണേ? നീ എന്താ ഉറക്കത്തിൽ പഠിക്കാൻ പോണ സ്വപ്നം കണ്ടോണ്ടാണോ കിടന്നേ? ഉറക്കത്തിന് എണീറ്റ് വന്ന ഉടനെ തന്നെ കരഞ്ഞിങ്ങനെ പറയാൻ? ഓ, അതാണോ കാര്യം? ഞാൻ പേടിച്ചു പോയല്ലോ. പഠിക്കാൻ പോവണ്ട. അതിന് കുണിക്കുമോളെ ഒത്തിരി സമയമുണ്ട്. മണി ഇപ്പൊ 7 ആയിട്ടുള്ളൂ. കുണിക്കിടെയൊക്കെ സ്കൂള് തുറക്കാനായിട്ട് 10 മണിയാകും. ഒരു 9 മണിയൊക്കെ കഴിയുമ്പോൾ ഇവിടുന്ന് പോയാ മതി. ദേ, നീതു ചേച്ചിയുടെയൊക്കെയാ നേരത്തെ തുറക്കുന്നേ. അതാ നീതു ചേച്ചി റെഡിയായേ. കുണിക്ക് പോയി കളിച്ചോട്ടോ. നമുക്ക് സാവധാനമൊക്കെ റെഡിയായി പോവാം. 9 മണിക്ക് പോവണ്ട, 10 മണിക്ക് പോവണ്ട. എനിക്ക് പഠിക്കാൻ പോവണ്ട. അത് കൊള്ളാം. ഇങ്ങനെയും കരയാലേ? 9 മണിക്ക് പോകണ്ട, 10 മണിക്ക് പോകണ്ട. നല്ല കരച്ചില്ലേ? കുണുക്കുമോൾക്ക് വീട്ടിലിരുന്നാ മതി. കുണുക്കുമോൾക്ക് അമ്മേനെ കാണണം. അമ്മേനെ കാണാതെ പറ്റൂല. അയ്യോ, ഇങ്ങനെ കരഞ്ഞ് വാശി പിടിക്കല്ലേ എന്റെ കുണിക്കുമോളെ. കരയില്ല, അമ്മ ഇപ്പൊ എടുക്കാം. അമ്മയുടെ കുണിക്കുമോള് പറയണ കേക്ക്. ഇന്നാണെങ്കിൽ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ലഞ്ച് കഴിച്ച ഉടനെ ഞങ്ങൾക്ക് തിരിച്ചു വരാം. 2 മണി വരെ ഉള്ളൂ ക്ലാസ്. വേണ്ട, എനിക്ക് അമ്മ ആര് തന്നാ മതി. പാവല്ലേ എന്നെ കുണിക്കിടെ കരച്ചായിട്ട് എനിക്ക് സങ്കടം വരുവാ. എനിക്ക് മടിയാവുന്നു പോവാൻ. ഇന്ന് ഫസ്റ്റ് ദിവസമല്ലേ, ഒന്നും പഠിപ്പിക്കൂലമേ. നമുക്ക് എല്ലാവർക്കും നാളെ പോയാലോ? നിതുമോളെ മിണ്ടാതിരുന്നോട്ടോ. ഒരു കണക്കെ ഞാൻ കൊച്ചിനെ സമാധാനിപ്പിച്ച സ്കൂളിൽ വിടാൻ നോക്കുമ്പോൾ അവളിത് പുതിയൊരു ഐഡിയയും കൊണ്ട് വന്നേക്കണം. മര്യാദക്ക് പഠിക്കാൻ പോയിച്ചാൽ മതി. അല്ലമ്മേ, കുഴപ്പമില്ല, ഇന്ന് തന്നെ പോകാം. ഞാനിവിടെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാ. ഇങ്ങനെയുള്ള സമാധാനിപ്പിക്കലൊന്നും വേണ്ട. കുണിക്കുമോളെ, അവിടെ എന്തോരം ഫ്രണ്ട്സ് ഉണ്ടാകുമെന്ന് അറിയോ? പക്ഷെ അമ്മയില്ലല്ലോ. അമ്മ ഇവിടെ പോകാനാ? നീതുമോളും കുണുക്കനും കുണുക്കിയൊക്കെ പഠിക്കാൻ പോയി വന്നതും കാത്ത് അമ്മ ഇവിടെ ഇരുന്നോളാം. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അമ്മ. അവിടെ ചെന്ന് പുതിയ ടീച്ചറിനെയും ഫ്രണ്ട്സിനെയും ടോയ്സ് ഒക്കെ കിട്ടുമ്പോൾ സങ്കടം മാറിക്കോളും. എന്ത് രസമുള്ള കാഴ്ച. രാവിലെ എണീറ്റ് വരുമ്പോ തന്നെ നീതുമോളൊക്കെ പഠിക്കാൻ പോകാൻ റെഡിയായി നിൽക്കുന്നു. രസമുള്ള കാഴ്ചയെന്നോ ഈ കുഞ്ഞിന്റെ കരച്ചിലോ? കരയുന്നോ? എന്തിന്? ഞാൻ പഠിക്കാൻ പോവില്ല ചേച്ചി. എന്റെ പൊന്നു കുണിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് എന്തിനാ? പഠിക്കാൻ പോയിക്കോ. ചേച്ചിനെ കണ്ടില്ലേ, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വെച്ച് പാസ്സായി. ഇനിയിപ്പോ വെക്കേഷൻ എനിക്ക്. ഇതിലും ഭേദം കൊച്ചിനെ സമാധാനിപ്പിക്കാത്തതാ. എന്നാലും എനിക്ക് കൊതി വരിക. എല്ലാ ദിവസവും സ്പെഷ്യൽ ക്ലാസ് കാരണം ഞാനായിരിക്കും ഇവിടെ ആദ്യം പഠിക്കാൻ പോണേ. ഇന്നിപ്പോ ആദ്യമായിട്ടല്ലേ എന്റെ സ്കൂൾ തുറക്കാൻ ഇത്ര വൈകുന്നേ? കൂടുതൽ ഷോ വേണ്ട. തന്റെ ക്ലാസ് എന്തായാലും 1 മാസത്തിനുള്ളിൽ തുറക്കും കേട്ടോ. എടി, 1 മാസം എന്ന് പറഞ്ഞാൽ ചെറിയ നാളൊന്നും അല്ല, കുറേ ദിവസമുണ്ട്. എനിക്ക് ഇവിടെ ഒറ്റക്കൊന്ന് അടിച്ചു പൊളിക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയെങ്കിലും കൊച്ചിനെ പറഞ്ഞ് സ്കൂളിൽ വിടാൻ നോക്കുമ്പോഴാ അമ്മ എന്തിനെങ്ങനെ സ്ട്രെസ് ആകുന്നത്? കുണിക്കുമ്പോഴൊക്കെ സ്കൂളിൽ വിടാൻ വളരെ സിമ്പിളാണ്. നല്ല സിമ്പിളാണ്. അമ്മ പോയി കുണിക്കിട്ട് ലഞ്ച് സ്നാക്സ് ഒക്കെ പാക്ക് ചെയ്തു. ഇവർ 2 സ്കൂളിൽ വിടുന്ന കാര്യം ഞാൻ ഏറ്റു. ബെസ്റ്റ്. ഇതേ ലാസ്റ്റ് പിള്ളേരെ ഇന്ന് വിടണ്ടെന്ന് എങ്ങനെ പറഞ്ഞിട്ടുണ്ടേ അറിയാം. അത് ശരിയാ, ചേച്ചിനെ വിശ്വസിക്കാൻ കൊള്ളൂല്ലോ കേട്ടോ അമ്മേ. മിണ്ടാതെ പഠിക്കാൻ പൊടി. കുണിക്കുമ്പോൾ ഇന്ന് പോയാലല്ലേ പുതിയ ബാഗും വാട്ടർ ബോട്ടിലും കൊടയൊക്കെ കൂട്ടുകാരെ കാണിക്കാൻ പറ്റുമോ? അതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കളിച്ചാൽ നമ്മൾ മാത്രമല്ലേ കാണുള്ളൂ. സ്കൂളിൽ കൊണ്ടുപോയാൽ നമുക്ക് എല്ലാ ഫ്രണ്ട്സിനെയും കാണിക്കാം. അത് നേരെ കുണിക്കുമോളെ കാണിക്കണം. അമ്മ പോയി കിച്ചണിലെ ജോലി നോക്കിക്കോ. കുണിക്കിനെയും കുണുക്കനെയും സെറ്റാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിന്നെ വിശ്വസിച്ച് ഞാൻ പോവാട്ടോ. അറിയാലോ, 9 മണിയാകുമ്പോൾ ഇവരുടെ ഓട്ടോറിക്ഷ വരും. ആ സമയത്ത് പിള്ളേരെ കരച്ചിലൊക്കെ മാറ്റി റെഡിയാക്കിക്കോളണം. എന്റെ പൊന്നമ്മ, ചേച്ചിനെ ഏൽപ്പിക്കണ്ടാട്ടോ. ലാസ്റ്റ് അച്ഛനെ വിളിച്ച് വണ്ടിക്ക് പിള്ളേരെ കൊണ്ടുപോകേണ്ടി വരും. ഇല്ല അമ്മ പേടിക്കണ്ട. അമ്മ പോയിട്ട് ഫുഡിന്റെ കാര്യം നോക്കിക്കോ. ഞാനല്ലേ പറയുന്നത്. ഇവരെ ഞാൻ റെഡിയാക്കിക്കോളാം. ശരി. അമ്മയ്ക്ക് പഠിക്കാൻ പോവണ്ട. ദൈവമേ, അടുത്തത്. എടി നിത്യ, നീ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി റെഡിയാക്ക്. കുണിക്ക് ഇങ്ങോട്ട് വന്ന ചേച്ചി പറയട്ടെ. യൂണിഫോം ഇട്ടപ്പോ എന്ത് ഭംഗിയാന്നറിയോ 2 പേരും കാണാനായിട്ട്. പഠിക്കാൻ പോവണ്ട. എന്റെ പൊന്നു കുണിക്ക്, നീ ഇപ്പോഴും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണോ? ഇന്നൊരു ദിവസം പോയി നോക്ക്. ടീച്ചറും കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. കൂട്ടുകാരെ കാണുന്നതിന് മുമ്പ് തന്നെ കൊള്ളൂലെന്ന് പറഞ്ഞോ. നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയ ബാഗും കൊടയും ലഞ്ച് ബോക്സ് ഒക്കെ ആര് കാണിക്കും? ചേച്ചി, നീ എന്ത് പറഞ്ഞാലും ഞാൻ പഠിക്കാൻ പോവത്തില്ല.
താണ്ടറാ നോക്കിയേ, എന്ത് ഭംഗിയല്ലേ കുണുക്കന്റെ കുണിക്കിയുടെ ബാഗ് കാണാൻ. ഓ, ഇതുപോലത്തെ ബാഗ് ക്ലാസ്സിൽ ആർക്കും ഉണ്ടാവൂല. ഇത് ആരുടെ ബാഗ് കാണാൻ ഭംഗി? എന്റെ ഭംഗി. രണ്ടുപേരുടെ അടിപൊളിയാ. എനിക്കിതൊക്കെ കണ്ടിട്ട് പിന്നെയും പഠിക്കാൻ പോകാൻ തോന്നുവാ. ഞാൻ പഠിക്കാൻ ചേർന്നപ്പോഴൊക്കെ ബ്ലാക്ക് കളറിലെ ബാഗ് ആയിരുന്നു. ഈ ബാഗ് കണ്ടാൽ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും കൊതിക്കൂട്ടോ. രണ്ടുപേരും ബാഗ് പിടിച്ചേ, നമുക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകണ്ടേ? അമ്മ വരുത്തന്നാലേ ഞാൻ തിന്നൂലൂ. എനിക്കും അമ്മേനെ വരുത്തണം. ഓ, ഇവർ ഇതുവരെ ശരിയാകുന്നില്ലല്ലോ. അയ്യോ, ദേ പുറത്ത് മഴയുണ്ടെന്നാ തോന്നുന്നേ. ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ച കോട്ട എടുത്തോണ്ട് വരാവേ. ആ, യൂണിഫോം ഇട്ടപ്പോ എന്ത് ഭംഗിയാ കാണാനായിട്ട്. ഓ, അപ്പൊ ചെറിയ കുട്ടികളൊന്നും അല്ല, ഇനി മുതലേ UKG-യിലെ ചേച്ചിയും ചേട്ടനും പൊളിച്ചു കേട്ടോ. ആ, നിത്യ പറഞ്ഞ പോലെ പിള്ളേരെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ മോത്തൊരു സന്തോഷമില്ല. ഓ, ഞാൻ എന്ത് പറഞ്ഞിട്ടോ അവരിങ്ങനെ അമ്മയിരിക്കണേ, അവർക്ക് ഭയങ്കര സങ്കടം. ഓ, ഇനി നമുക്ക് ലഞ്ച് ബോക്സ് എടുത്ത് ബാഗിൽ വെക്കാവേ. എനിക്ക് ലഞ്ച് ബോക്സ് കൊണ്ടുപോയാ വീട്ടിൽ വരുമ്പോ തിന്നോളാം. എനിക്ക് വേണ്ട, എനിക്ക് അമ്മ അടിത്തന്നാ മതി. വീട്ടിൽ വെച്ചിട്ട് പോയാലേ ചിലപ്പോൾ വരുമ്പോ കിട്ടണമെന്നില്ല. ഞാനും നീതുമോളും കൂടി തിന്ന് തീർക്കും. ഇതിലെന്താണെന്നറിയോ? എന്താ ഇത്? ചിക്കൻ ബിരിയാണിയാ, ചിക്കൻ ബിരിയാണി. ആ, ചിക്കൻ ബിരിയാണിയാ. ഫസ്റ്റ് ദിവസം തന്നെ ചിക്കൻ ബിരിയാണി. തുറന്ന് കാണിക്കു നിത്യേ. ഇത് കണ്ടോ, രണ്ടുപേർക്ക് ചിക്കൻ ബിരിയാണി വിത്ത് ലെഗ് പീസ്. ഇപ്പൊ തരാവോ? എന്റെ പൊന്നു കുണുക്ക, ബ്രേക്ക്ഫാസ്റ്റിന് ആരെങ്കിലും ചിക്കൻ ബിരിയാണി കഴിക്കോ? ഇപ്പൊ കഴിക്കാൻ വേണ്ടി അമ്മ അപ്പവും കടലക്കറിയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് കൊതിയാവാ. അധികം നേരത്തെ തുറന്ന് കാണിച്ചോണ്ടിരുന്ന സ്കൂളിൽ കൊണ്ടുപോകണേ മുമ്പ് ഇവർ തിന്നുവെന്നാ തോന്നണേ. നിങ്ങളുടെ ബാഗ് കാണിച്ചേ, ഞാൻ ഇത് ബാഗിലോട്ട് വെക്കട്ടെ. ഞാൻ ക്ലാസ്സിൽ ആർക്കും കൊടുക്കൂല. ഷെയറിങ് ഈസ് കെയറിങ് എന്നല്ലേ ടീച്ചർ പഠിപ്പിച്ചേക്കണേ. അതുകൊണ്ട് ആരെങ്കിലും ചോദിച്ചാൽ കുറച്ച് കൊടുത്തോട്ടോ. ഇനി സ്നാക്സ് ബോക്സ് കൂടി അകത്തോട്ട് വെക്ക്. ഇന്നാ സ്നാക്സ് ബോക്സ്. തുറന്ന് കാണിക്കിരിക്കേ മോളെ. സ്നാക്സ് ബോക്സ് ഇപ്പൊ തുറന്നാൽ ശരിയാകൂല. തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം കടൽ എന്നും കഴിക്കൂല. ഈ സ്നാക്സ് ബോക്സ് ഇപ്പൊ തന്നെ എടുത്ത് തിന്ന് തീർക്കും. എന്നാ ഞാൻ പഠിക്കാൻ പോവാ. മനസ്സ് മാറി വന്നണ്ട്. എടി, ഈ വാട്ടർ ബോട്ടിൽ കൂടി അങ്ങോട്ട് വെക്ക്. ഈ 2 വാട്ടർ ബോട്ടിൽ കൂടി എടുത്തു വെച്ചേ. അല്ലെങ്കിൽ വെള്ളം കുടിക്കാത്ത പിള്ളേരാ നോക്കണേ. ഇവര് വെള്ളം ഇപ്പൊ തന്നെ കുടിച്ചു തീർക്കുമെന്നാ തോന്നണേ. നല്ല ടേസ്റ്റ് ആണോ? ഈ വെള്ളം തന്നെ എല്ലാ ദിവസവും നമ്മളിവിടെ കുടിക്കുന്നത്. പുതിയ വാട്ടർ ബോട്ടിൽ ഇട്ടുകൊണ്ടായിരിക്കും നിനക്ക് ടേസ്റ്റ് തോന്നിയേ. അവിടെ നിൽക്ക്, അമ്മ ഇപ്പൊ 2 സാധനം കൂടി തരാം. ഈ 2 കൊടയും കൂടി കൊണ്ടുപോയാ സെറ്റ്. എന്റെ ദൈവമേ, അടിപൊളി കൊട. ഇപ്പൊ എന്ത് ഭംഗിയാ കാണാൻ. കൊടയൊക്കെ അടിപൊളി. എന്നാ മക്കൾ അങ്ങോട്ട് ചെന്നാട്ടെ. നമ്മുടെ ഓട്ടോറിക്ഷ ഇപ്പൊ വരും. അതിനു മുമ്പ് അപ്പവും കഴിക്കണം. അമ്മ ഫസ്റ്റ് ഡേ ഇവരെ ഓട്ടോറിക്ഷയിൽ വിടണോ? അച്ഛനെ വിളിക്കാമേ, അച്ഛൻ കൊണ്ട് ആക്കിയാ പോരെ. സ്കൂളിൽ ഇത് പ്രത്യേകം പറഞ്ഞു. സ്കൂളിൽ ബസ്സിലും ഓട്ടോയിലൊക്കെ വരുന്ന പിള്ളേർ അങ്ങനെ തന്നെ വന്നാൽ മതിയെന്ന്. LKG പിള്ളേർക്ക് എന്തോ പ്രവേശനോത്സവം ഉണ്ട്. അത് അടുത്ത ആഴ്ച അവർക്ക് തുറക്കും. അതുകൊണ്ട് പാരന്റ്സ് ഇന്ന് ചെല്ലണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് ചെന്നാൽ മതി അത്രേ. എന്റെ സ്കൂൾ എന്തായാലും തുറന്നിട്ടില്ലല്ലോ. അന്ന് ഞാൻ കൂടെ പോകാട്ടോ അമ്മേ. ആ, ഞാനും അച്ഛനും എന്തായാലും പോകുന്നുണ്ട്. നീയും കൂടി പോന്നോ. നീതുമോൾ എവിടെ അമ്മേ? ഓ, അവളിപ്പോ വലിയ 8ാം ക്ലാസ്സിലൊക്കെ ആയില്ലേ. അവക്ക് നേരത്തെ ക്ലാസ് തുടങ്ങും. ഹൈസ്കൂളിൽ നേരത്തെ ബെല്ലടിക്കുമല്ലോ. അവള് പോയി. കുണുക്കി കൊടയൊക്കെ എടുത്ത് വെച്ചേ. വേഗം ഡൈനിങ് ടേബിളിലോട്ട് ഇരിക്കേ. അമ്മ അപ്പം കടലൊക്കെ എടുത്ത് വാരി തരാം. ദേ, ഇനി 1/2 മണിക്കൂറും കൂടി ഉള്ളു വണ്ടി വരാൻ. ആ, നിത്യേ, നീയും കൂടി വാ. നീ പല്ല് വെച്ചതല്ലേ. അവരുടെ ഒപ്പം ഇരുന്ന് ചായ കുടിക്കേ. ഇവക്കിത് എന്ത് പറ്റി? ഞാൻ പറഞ്ഞ കേട്ടില്ലേ? നിത്യ വന്ന് ചായ കുടിക്കാന്ന് പിള്ളേരുടെ ഒപ്പം. അമ്മേ, ഇതെന്ത് പറയുമായം? എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. പിള്ളേരുടെ മാറിയിപ്പം നിനക്കായോ? നിനക്കിപ്പോ എന്താ പറ്റിയ? നിന്റെ ക്ലാസ് തുറക്കണ അടുത്ത മാസമല്ലേ? അമ്മേ, നീതുമോള് പോയി. കുണുക്കനും കുണുക്കി ഇപ്പൊ പോകും. അച്ഛൻ കടയിലും എല്ലാരും പോയി. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓ, എന്നിട്ട് നീയല്ലേ അവിടെ കിടന്ന് ഇനി എനിക്ക് 1 മാസം വീട്ടിൽ ഒറ്റയ്ക്ക് അടിച്ചു പൊളിക്കണമെന്നൊക്കെ പറഞ്ഞത്? അതൊക്കെ ഞാൻ അവരെ കേൾപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. ഇത്രേ ഉള്ളൂ. എല്ലാരും തമ്മിൽ നല്ല സ്നേഹ. എന്നിട്ട് നേരിട്ട് കണ്ടാലോ? ആ, സാരമില്ല, പോട്ടെ. അവരെന്തായാലും ഉച്ചക്ക് വരുമല്ലോ. പിന്നെ 1 മാസം പെട്ടെന്ന് പോകും. നിനക്കും പഠിത്തവും കാര്യങ്ങളൊക്കെ ആകും. അതുകൊണ്ടേ വാ, അവരുടെ ഒപ്പം ചായ കുടിക്കാം.